നമസ്കാരം, മഞ്ജുഷയാണ്. നമ്മുടെ മനസ്സിനെ നമ്മുടെ ശത്രു എന്നതിൽ നിന്ന് ഏറ്റവും നല്ലൊരു സുഹൃത്തായി മാറ്റിയെടുത്തുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായി നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ചെറിയ ചെറിയ ചുവടുകളാണ് ബ്രേക്കപ്പ് വിത്ത് യുവർ മൈൻഡ് എന്ന നമ്മുടെ ഈ പോഡ്കാസ്റ്റിലൂടെ ഡെയിലി നമ്മൾ താണ്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും കൂടുതൽ ഫോക്കസ്ഡായി നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെയുള്ള മാർഗങ്ങൾ നമുക്കുള്ളിൽ തന്നെയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശ്വസനം എന്നത്. നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ ഉടനെ ഏറ്റവും ആദ്യം ചെയ്തതും അതുതന്നെയാണ്, ശ്വസിക്കുക എന്നത്. മരിക്കുന്നതിന് മുൻപ് നമ്മൾ ഏറ്റവും അവസാനമായി ചെയ്യുന്നതും ഇത് തന്നെയാണ്, ശ്വസിക്കുക. ഇതാണ് നമ്മുടെ ജീവൻ, ഇതാണ് നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരം. പക്ഷേ വല്ല കുന്നോ മലയോ കയറുമ്പോഴോ സ്റ്റെപ്പ് കയറുമ്പോഴോ അല്ലാതെ നമ്മൾ നമ്മുടെ ശ്വാസഗതിയെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. കാലാകാലങ്ങളായി ബോധ മനസ്സിനെ നിലയ്ക്ക് നിർത്താൻ വലിയ വലിയ സന്യാസിമാരും യോഗിമാരും ഒക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും പവർഫുള്ളായ ടെക്നിക്കാണ് ഈ ബ്രീത്തിങ്, ശ്വസനം എന്നത്. അവരുടെ ഭാഷയിൽ ഇതിനെ പ്രാണ എന്നാണ് അവർ വിളിക്കുക. ശരീരവും മനസ്സും തമ്മിലുള്ള ആ ഒരു ബാലൻസ് നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നത് ഈ ശ്വസനമാണ്. മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവുമ്പോൾ കുറച്ചു നേരം നമ്മുടെ ശ്വാസഗതി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പതിയെ പതിയെ മനസ്സ് ശാന്തമാവുന്നത് നമുക്ക് കാണാം. തുടർച്ചയായി ബ്രീത്തിങ് ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ റാൻഡം തോട്ട്സിനെ ഇല്ലാതാക്കാനും കോൺസെൻട്രേഷൻ കൂട്ടാനും ചിന്തകൾക്കൊരു ക്ലാരിറ്റി കൊണ്ടുവരാനും നമ്മുടെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. ഒന്നും വേണ്ട, രാത്രി ഉറങ്ങുന്നതിന് മുൻപും രാവിലെ എഴുന്നേറ്റ ഉടനെയും ഒരല്പസമയം നടുനിവർത്തിയിരുന്ന് നമ്മുടെ ശ്വാസഗതിയെ ശ്രദ്ധിച്ചാൽ തന്നെ ചിന്തകളുടെ കാർമേഘം കൊണ്ട് നിറഞ്ഞ മനസ്സ് പതിയെ പതിയെ നല്ല തെളിഞ്ഞ ആകാശം പോലെയായി മാറുന്നത് നമുക്ക് തന്നെ അനുഭവിച്ചറിയാം. ആദ്യം ഇങ്ങനെ സ്വയം പ്രാക്ടീസ് ചെയ്ത് പിന്നീട് ഒരു ഗുരുവിൻ്റെ കീഴിൽ പ്രാണായാമ പോലെയുള്ള ബ്രീത്തിങ് ടെക്നിക്കുകൾ പഠിക്കാനും അത് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യാനും ശ്രമിക്കുക. ഇതൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്, അത് ഓർത്തിരിക്കുക. ഇന്നലത്തെ നമ്മളെക്കാൾ മികച്ച ഒരു നമ്മളെ സൃഷ്ടിക്കാൻ നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ ശ്രമങ്ങളാണിതൊക്കെ. ഈ ശ്രമങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. എത്ര പെർഫെക്റ്റായി നമുക്കിത് ചെയ്യാൻ പറ്റുന്നു എന്നതിലല്ല കാര്യം, എത്ര കൺസിസ്റ്റൻ്റായി നമ്മളിത് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ദിവസവും 1% ബെറ്റർ ആവാൻ, ഇന്നലത്തേക്കാൾ ബെറ്റർ ആയ ഒരാളാവാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. അതുവരെ ദിസ് ഇസ് മഞ്ജുഷ സൈനിങ് ഓഫ്.